ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു എജുഹോളിക് ഓൺലൈൻ യൂട്യൂബ് ചാനൽ. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ ഡിസ്കസ് ചെയ്യുന്നത് ഡാറ്റ എൻട്രിയുടെ പ്രാക്ടിക്കൽ എക്സാമിന് പോകുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ എന്തൊക്കെയാണ്. ഇതിൽ ഫസ്റ്റ് മൈക്രോസോഫ്റ്റ് വേർഡ്, പിന്നെ മൈക്രോസോഫ്റ്റ് എക്സൽ, പവർ പോയിൻറ്റ്, പിന്നെ നമ്മുടെ റാമിൻ്റെ കപ്പാസിറ്റി, ഹാർഡ് ഡിസ്ക് കപ്പാസിറ്റി, ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് നിങ്ങൾ പഠിക്കുന്നത്. ഇത് മാത്രമേ നിങ്ങൾക്ക് എക്സാമിന് ചോദിക്കാറുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. ഫസ്റ്റ് വൺ മൈക്രോസോഫ്റ്റ് വേർഡ്. മൈക്രോസോഫ്റ്റ് വേർഡിൽ നിങ്ങൾക്ക് ഒരു ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യുക, അതല്ലെങ്കിൽ ഒരു ഫോർമൽ ലെറ്റർ പ്രിപ്പയർ ചെയ്യാൻ, അല്ലെങ്കിൽ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ, ഇത്രയുമാണ് നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ വരാറ്. അപ്പോൾ എല്ലാവരും നിങ്ങളുടെ ബയോഡാറ്റ എഴുതി വയ്ക്കുക നോട്ടിൽ, അതേപോലെ ഒരു ഫോർമലായിട്ടുള്ള ലെറ്റർ എഴുതി വയ്ക്കുക, ഒരു ടൈം ടേബിളും പ്രിപ്പയർ ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇതാണ് നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ ചെയ്യാൻ തരിക. അതല്ലെങ്കിൽ നിങ്ങൾക്കൊരു ടെക്സ്റ്റ് എന്തെങ്കിലും ഒരു ടൈപ്പ് ചെയ്തിട്ടുള്ളൊരു കാര്യം തന്നിട്ട് അത് നോക്കിയിട്ട് നിങ്ങളോട് ടൈപ്പ് ചെയ്യാൻ പറയും. ഇത്രയും നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡിൽ നിന്ന് ചോദിക്കുള്ളൂ. അപ്പോൾ നിങ്ങൾക്കൊരു പേപ്പറിൽ കുറച്ച് കണ്ടൻറ്റ് തന്നിട്ട് നോക്കി ടൈപ്പ് ചെയ്യാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളത് ചെയ്യുള്ളൂ. അപ്പോൾ ടൈപ്പിംഗ് സ്പീഡാണ് അതിലൂടെ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിലുള്ളതുപോലെ തന്നെ കറക്റ്റായിട്ട് നിങ്ങൾ ടൈപ്പ് ചെയ്യാം. ഇപ്പോൾ ഫസ്റ്റ് ഞാൻ മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുകയാണ്. അപ്പോൾ ആദ്യം നമ്മുടെ ഡെസ്ക്ടോപ്പിൽ നിന്ന് ഈ വീഡിയോയിൽ കാണുന്ന പോലെ നിങ്ങൾ മെനു എടുക്കുക. അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് കാണാൻ നിൽക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസ് എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഫോൾഡർ നമ്മൾ ക്ലിക്ക് ചെയ്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് സ്ക്രോൾ ചെയ്ത് നോക്കി കഴിഞ്ഞാൽ നമുക്ക് മൈക്രോസോഫ്റ്റ് വേർഡ് കിട്ടും. മൈക്രോസോഫ്റ്റ് വേർഡ് ഓപ്പൺ ചെയ്യുക. അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഒരു സെർച്ച് ബാർ കാണുന്നുണ്ട് മെനുവിൻ്റെ തൊട്ടടുത്ത്. ആ സെർച്ച് ബാറിൽ വേർഡ് നിന്ന് ടൈപ്പ് ചെയ്ത് നോക്കിയിട്ട് സെർച്ച് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് മൈക്രോസോഫ്റ്റ് വേർഡിന് കാണാൻ പറ്റും. അങ്ങനെ ഓപ്പൺ ചെയ്താലും മതി. ഇനി നമുക്ക് ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ ഫസ്റ്റ് ബയോഡാറ്റ എന്ന് ഒരു ഹെഡിങ് കൊടുക്കുക. എന്നിട്ട് നമുക്കിതിനെ സെൻറ്ററിലോട്ട് കൊണ്ടുപോകാൻ സെലക്ട് ചെയ്തിട്ട് ഇത് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് സെൻറ്ററിലേക്ക് എത്തും. സെൻറ്ററാക്കി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ബോൾഡ് ആക്കണം. ബോൾഡ് ആക്കാൻ ഇവിടെ മുകളിൽ കാണുന്ന ബി ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് ബോൾഡ് ആവും. ഈ യുവിൻ്റെ അടിയിലൊരു അണ്ടർലൈൻ ഉള്ളത്, ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് നമുക്കിവിടെ അണ്ടർലൈൻ വരുന്നത്. അപ്പോൾ നമ്മൾ ബോൾഡാക്കി അണ്ടർലൈൻ ചെയ്തു. ഇനി നമുക്ക് ലെറ്ററിൻ്റെ സൈസ് മാറ്റണം. അപ്പോൾ ഇത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇഷ്ടമുള്ള സൈസിലേക്ക് മാറ്റാം. അപ്പോൾ ബയോഡാറ്റ എന്നുള്ളത് കുറച്ച് വലിയ സൈസിലായിക്കോട്ടെ. അപ്പോൾ നമുക്ക് ഈ സൈസ് നോക്കിയിട്ട് പറ്റുന്നൊരു സൈസ് നമുക്ക് സെലക്ട് ചെയ്യാം. ലെറ്ററിൻ്റെ സൈസ് റെഡിയാക്കി ഇനി അതിൻ്റെ തൊട്ടടുത്തുള്ള ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ലെറ്ററിൻ്റെ ടൈപ്പ് കിട്ടും. അപ്പോൾ നമ്മളോട് ക്വസ്റ്റിൽ ഏതെങ്കിലും ടൈപ്പ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ടൈപ്പിലേക്ക് മാറ്റും. അതല്ലെങ്കിൽ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഫോർമാറ്റ് എന്നുള്ള രീതിയിൽ നമുക്ക് ടൈംസ് ന്യൂ റോമൻ ഏരിയയിൽ ഇങ്ങനെയുള്ള ഏതെങ്കിലും എടുക്കും. അപ്പോൾ ഞാൻ ഇവിടെ ടൈംസ് ന്യൂ റോമനാണ് എടുത്തത്. ഒന്നും പറഞ്ഞിട്ടില്ലെങ്കിൽ സാധാ പോലെ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം കേട്ടോ. ഏതിലേക്ക് മാറ്റാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അവിടെ പോയിട്ട് അത് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് നമുക്കിനി ബയോഡാറ്റ ടൈപ്പ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ ബയോഡാറ്റ ടൈപ്പ് ചെയ്യുന്ന സമയത്ത് ഇപ്പം നമ്മൾ ബയോഡാറ്റ എന്ന് ടൈപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട് ആ ലെറ്റർ സൈസിൽ അത്ര വലുപ്പത്തിൽ വേണ്ട നമുക്ക് ഇനിയുള്ള കണ്ടൻറ്റ്. നമ്മുടെ നെയിമും കാര്യങ്ങളൊക്കെ കുറച്ച് ചെറിയതായിട്ട് മതി. ഇനി നമുക്കതിൻ്റെ താഴെ നമ്മുടെ നെയിം കൊടുക്കുക. എന്നിട്ടൊരു കോളൻ കൊടുക്കാം. കോളൻ പ്രസ് ചെയ്യുമ്പോൾ ഷിഫ്റ്റ് ഞെക്കിയിട്ട് വേണം ആ കോളൻ്റെ കീ പ്രസ് ചെയ്യാൻ. കോളൻ കൊടുക്കുക. എന്നിട്ട് അതിന് പേരെന്താണോ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നെക്സ്റ്റ് നമുക്ക് ഡേറ്റ് ഓഫ് ബർത്ത്, ഫാദേഴ്സ് നെയിം, നമ്മുടെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ, അതേപോലെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ അത്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ലാസ്റ്റ് ഡേറ്റ് പ്ലേസും കൂടി കൊടുക്കുക. ഇങ്ങനെയാണ് നമ്മൾ ബയോഡാറ്റ ടൈപ്പ് ചെയ്യേണ്ടത്. അപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു ബയോഡാറ്റൻ്റെ ഒരു ഫോർമാറ്റ് നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതേപോലെ നിങ്ങൾ സ്വന്തമായിട്ടൊരു ബയോഡാറ്റ നിങ്ങളുടെ നോട്ടിൽ എഴുതി വയ്ക്കുക. അതാകുമ്പോൾ നിങ്ങൾക്ക് എക്സാമിന് പോകുമ്പോൾ അതിൻ്റെ മുന്നേ ആയിട്ടൊന്ന് റെഫർ ചെയ്യാം. ബയോഡാറ്റ പ്രിപ്പയർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്യാനുള്ളത് ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാം. അപ്പോൾ വേർഡിൽ എങ്ങനെ ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാൻ നോക്കാം. ഫസ്റ്റ് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഹോം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത് ഇൻസേർട്ട് ക്ലിക്ക് ചെയ്യുക. ഇൻസേർട്ടിൽ നിങ്ങൾക്ക് ടേബിൾ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ഈ ടേബിൾ ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് എത്ര റോസ് വേണം, കോളംസ് വേണം, അതിനനുസരിച്ചിട്ട് നമുക്കിവിടെ സെലക്ട് ചെയ്യാവുന്നതാണ്. അപ്പോൾ ടൈം ടേബിൾ ആകുമ്പോൾ ഫസ്റ്റത്തേൽ നമ്മൾ ഡേ കൊടുക്കും. എന്നിട്ട് അതിൻ്റെ നേരെ ഓരോ അവർ, ഇപ്പോൾ ഒരു 5 അവർ കൊടുക്കാം നമുക്ക്. അത് 5 അവർ സെലക്ട് ചെയ്തു. അതിൻ്റെ താഴെ മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ, ഇത്രയും മതി. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ടേബിൾ കിട്ടും. ഇനി ഇതിൽ ഫസ്റ്റ് നമുക്ക് ഡേ എന്ന് ടൈപ്പ് ചെയ്യാം. ഡേൻ്റെ താഴെ നമുക്ക് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ എന്ന് കൊടുക്കാം. എന്നിട്ട് ഡേൻ്റെ നേരെ 1, 2, 3, 4, 5 എന്ന് നമുക്ക് ഓരോ അവർ കൊടുക്കാം. എന്നിട്ട് ഈ ടേബിളിൻ്റെ ഉള്ളിൽ ഓരോ സബ്ജക്ട്സ് കൊടുത്തിട്ട് നമ്മൾ ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ ടൈം ടേബിൾ ഉണ്ടാക്കി കഴിഞ്ഞ് ഇനി ഇതിന് വേണമെങ്കിൽ നമുക്ക് മുകളിൽ ടൈം ടേബിൾ എന്ന് പറഞ്ഞിട്ടൊരു ഹെഡിങ് കൊടുക്കാം. നേരത്തെ ബോൾഡ് ആക്കാനും അണ്ടർലൈൻ ചെയ്യാനൊക്കെ കാണിച്ചതുപോലെ നമുക്ക് ബോൾഡ് ചെയ്ത് അണ്ടർലൈൻ ഒക്കെ ചെയ്തിട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് സേവ് ചെയ്യാൻ നോക്കാം. സേവ് ചെയ്യാൻ ഇവിടെ ആക്റ്റും ടോപ്പിൽ നമുക്ക് ഫയൽ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ ഉണ്ട്. ഫയൽ ക്ലിക്ക് ചെയ്യുക. സേവ് ആസ് എന്നുള്ള ഓപ്ഷനാണ് നിങ്ങൾ കൊടുക്കേണ്ടത്. ഫസ്റ്റുള്ള സേവ് എന്നുള്ളതല്ല, അതിന് താഴെയുള്ള സേവ് ആസ് എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ബോക്സ് വരും. അതിൽ നമ്മൾ ഡെസ്ക്ടോപ്പിലേക്ക് സേവ് കൊടുക്കും. നമ്മളോട് പ്രത്യേകിച്ച് ഒരു ലൊക്കേഷൻ എവിടെയെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അതായത് ഡോക്യുമെൻറ്റിലോ അങ്ങനെ എങ്ങനെയെങ്കിലും സേവ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളത് ക്ലിക്ക് ചെയ്യുക. ഒന്നുമില്ലെങ്കിൽ നമുക്കിവിടെ ഡെസ്ക്ടോപ്പിലേക്ക് കൊടുക്കാം. ഡെസ്ക്ടോപ്പ് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഫയലിന് നെയിം കൊടുക്കുക. ഞാനിവിടെ ടൈം ടേബിൾ എന്നാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ടൈം ടേബിൾ എന്ന് കൊടുക്കരുത്. നിങ്ങൾ നിങ്ങളുടെ പേര് അല്ലെങ്കിൽ എൻറോൾമെൻറ്റ് നമ്പർ കൊടുക്കുക. പേരൊക്കെ കൊടുത്ത് സേവ് ചെയ്യുമ്പോൾ
ചിലപ്പോൾ കോമൺ ആയിട്ടുള്ള പേരാകുമ്പോൾ വേറെയും കുറേ പേര് ചെയ്തു വെച്ച് ഫയലുണ്ടാവും സിസ്റ്റത്തിൽ. അപ്പോൾ നിങ്ങൾ എൻറോൾമെൻറ്റ് നമ്പറോ അല്ലെങ്കിൽ പേരിന് കൂടെ എന്തെങ്കിലും ഒരു നമ്പറോ കോഡോ എന്തെങ്കിലും കൂടെ കൊടുക്കുക, നിങ്ങൾക്ക് പെട്ടെന്ന് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. എന്നിട്ട് സേവ് കൊടുക്കും, നമ്മുടെ ഈ ഫയൽ സേവ് ആയി. അപ്പോൾ വേർഡിൽ നിങ്ങൾ ബയോഡാറ്റ പ്രിപ്പയർ ചെയ്യാനും ടൈം ടേബിൾ പ്രിപ്പയർ ചെയ്യാനും പഠിച്ചു. ഇനി നിങ്ങൾക്ക് പഠിക്കാനുള്ളത് ഒരു ഫോർമൽ ലെറ്റർ ടൈപ്പ് ചെയ്യാനും പിന്നെ അവരെന്തെങ്കിലും ഒരു പേപ്പർ തന്നിട്ട് അതിലുള്ളത് നോക്കി ടൈപ്പ് ചെയ്യാനുള്ളത് പ്രത്യേകിച്ചൊന്നുമില്ല. അതിലുള്ള പോലെ തന്നെ നിങ്ങൾ ടൈപ്പ് ചെയ്യുക. എവിടെയെങ്കിലും ബോൾഡ് ഉണ്ടെങ്കിൽ ബോൾഡ് ആക്കുക, ലെറ്ററിൻ്റെ സൈസ് എവിടെയെങ്കിലും വലുതായിട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് വലുതാക്കുക, അണ്ടർലൈൻ ഉണ്ടെങ്കിൽ അണ്ടർലൈൻ കൊടുക്കുക. ഇത്ര കാര്യങ്ങളേ ഉള്ളൂ. ബാക്കിയൊക്കെ നിങ്ങൾ നോക്കി അതേപോലെ ടൈപ്പ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കേണ്ടത് ഒരു ഫോർമൽ ലെറ്റർ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഇതേപോലെ വേർഡ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ നേരത്തെ ബയോഡാറ്റയ്ക്ക് ടൈപ്പ് ചെയ്തില്ലേ, അതേപോലെ നിങ്ങൾ ലെറ്റർ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ലെറ്ററിൻ്റെ ഒരു ഫോർമാറ്റ് ഞാനിവിടെ കൊടുക്കാം, ഒരു എക്സാമ്പിളായിട്ട് ഒരു ലെറ്റർ കൊടുക്കുക. അപ്പോൾ ഇതേപോലെ ഇതേ ലെറ്ററിന് വേണമെന്നില്ല കേട്ടോ, നിങ്ങൾക്ക് ഫോർമലായിട്ടുള്ള ഏത് കണ്ടൻറ്റ് വെച്ചിട്ടും നിങ്ങൾക്ക് ലെറ്റർ ചെയ്താൽ. ലെറ്ററിൻ്റെ സബ്ജക്റ്റ് ഒന്നും പ്രത്യേകിച്ച് അങ്ങനെ പറയാറില്ല. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു ലെറ്റർ, ഫോർമൽ ലെറ്റർ ടൈപ്പ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ സ്ക്രീനിൽ ഒരു ലെറ്റർ കൊടുക്കുക. അപ്പോൾ അതേപോലെ നിങ്ങൾ അത് പഠിച്ച് വെക്കുക, അല്ലെങ്കിൽ നിങ്ങൾ സ്വന്തമായിട്ട് ഒരു ലെറ്റർ പ്രിപ്പയർ ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നിങ്ങൾക്ക് എക്സലാണ് ചെയ്യാനുള്ളത്. എക്സൽ എടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ നേരത്തെ വേർഡ് ഓപ്പൺ ചെയ്ത പോലെ തന്നെ നമ്മുടെ ഡെസ്ക്ടോപ്പിൻ്റെ ലെഫ്റ്റ് സൈഡിലുള്ള ഈ മെനു അല്ലെങ്കിൽ സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക, അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ നമുക്ക് ഈ സെർച്ച് ബാറിൽ എക്സലിന് ടൈപ്പ് ചെയ്തിട്ട് അങ്ങനെ എടുക്കാം, നമ്മൾ നേരത്തെ വേർഡ് ഓപ്പൺ ചെയ്തതുപോലെ തന്നെ. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ സെർച്ച് ബാറിൽ എക്സലിന് ടൈപ്പ് ചെയ്തു. അപ്പോൾ നമുക്കിവിടെ മുകളിൽ എക്സലിന് വരുന്നു. ഇവിടെ നമ്മൾ ഡബിൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അത് ഓപ്പൺ ആവും. അങ്ങനെ എടുക്കാം. അതല്ലെങ്കിൽ സ്റ്റാർട്ട് എടുക്കുക, അതിൽ മൈക്രോസോഫ്റ്റ് ഓഫീസ് എടുക്കുക. മൈക്രോസോഫ്റ്റ് ഓഫീസിൽ എക്സൽ എന്ന് പറഞ്ഞിട്ടുള്ള ഇത് ക്ലിക്ക് ചെയ്യുക. അങ്ങനെയും നമുക്ക് ഓപ്പൺ ചെയ്യാം. ഇനി എക്സലിൽ മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്യാം. അപ്പം നമ്മൾ എക്സൽ ഓപ്പൺ ചെയ്യുക എങ്ങനെയാണെന്ന് കണ്ടു. എക്സൽ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാർക്ക് ലിസ്റ്റിലേക്ക് ഫസ്റ്റ് നെയിം, ഓരോരുത്തരുടെയും പേര് കൊടുക്കണം. അപ്പം നമ്മൾ നെയിം എന്ന് ടൈപ്പ് ചെയ്യുക. അതിൻ്റെ അണ്ടറിൽ നമ്മൾ കുറച്ച് സ്റ്റുഡൻസിൻ്റെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളൊരു 3-4 പേരുടെ പേര് ടൈപ്പ് ചെയ്യുക. എന്നിട്ട് ആ നെയിമിൻ്റെ നേരെ നമുക്ക് കുറച്ച് സബ്ജക്ട്സ് കൊടുക്കാം. സബ്ജക്ട്സ് ഇപ്പോൾ ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി അങ്ങനെ ഏതെങ്കിലും ഒരു 3-4 സബ്ജക്ട്സും കൊടുക്കുക. അത് കഴിഞ്ഞാൽ അടുത്ത കോളത്തിൽ നമ്മൾ ടോട്ടൽ കൊടുക്കുക. അത് കഴിഞ്ഞാൽ പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്യുക. ഇവിടെ പെർസെൻറ്റേജ് എന്ന് ടൈപ്പ് ചെയ്തപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, അത് ഐ എന്നുള്ളതെന്ന് മാറിയിട്ട് ജെ എന്നുള്ള കോളം വരെ എത്തി. ഇങ്ങനെയുള്ള സിറ്റുവേഷനിൽ നമുക്ക് ഈ ഐൻ്റെയും ജെൻ്റെയും ഇടയ്ക്ക് ഒരു വരല്ലേ, അവിടെ പിടിച്ചിട്ടൊന്ന് ഡ്രാഗ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് കോളം കുറച്ച് വലുതായി കിട്ടും. അപ്പം ഞാൻ അങ്ങനെ നെയിമിൻ്റെയും പെർസെൻറ്റേജിൻ്റെയും വലുതാക്കി വെച്ചിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള കോളത്തിലൊക്കെ നമ്മൾ ഓരോരുത്തരുടെ മാർക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഔട്ട് ഓഫ് 100-ലോ 50-ലോ അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ളതുപോലെ കൊടുക്കുക. അപ്പോൾ ഞാനിപ്പോൾ ഔട്ട് ഓഫ് 100-ലാണ് ഓരോരുത്തരുടെയും മാർക്ക് ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ നമുക്ക് 2 മെത്തേഡ് ഉണ്ട്. ഫസ്റ്റ് നമ്മളവിടെ ടോട്ടലിൻ്റെ തൊട്ട് താഴെയുള്ള കോളത്തിൽ ഈക്വൽ ടു അടിക്കുക. എന്നിട്ട് നമുക്ക് ഏതിൻ്റെയൊക്കെ ടോട്ടൽ വേണ്ടത്, ഫസ്റ്റ് താളുടെ പേരിൻ്റെ തൊട്ടടുത്തുള്ള അയാളുടെ ഇംഗ്ലീഷിൻ്റെ മാർക്കിൽ, അപ്പോൾ അത് ക്ലിക്ക് ചെയ്യുക. നമ്മൾ കീബോർഡിൽ പ്ലസ് അടിക്കുക, അതിൻ്റെ തൊട്ടടുത്തുള്ള മാർക്ക് പ്രസ് ചെയ്യുക, പ്ലസ് അടിക്കുക, വീണ്ടും അതിൻ്റെ അടുത്തുള്ള മാർക്ക് പ്രസ് ചെയ്യുക, പ്ലസ് അടിക്കുക. അങ്ങനെ ഓരോരോ മാർക്കും ക്ലിക്ക് ചെയ്യുക, എന്നിട്ട് പ്ലസ് അടിക്കുക. ലാസ്റ്റ് നമ്മൾ എൻ്റർ അടിക്കുക. അങ്ങനെ എൻ്റർ അടിക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് താളുടെ മാർക്ക് കിട്ടും. ഫസ്റ്റ് താളുടെ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ അവരുടെ മാർക്ക് വന്നിട്ടുള്ള ആ കോളത്തിൻ്റെ റൈറ്റ് സൈഡിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കുറച്ച് ഡാർക്കായിട്ട് ഒരു ചെറിയൊരു ഡോട്ട് പോലെ ഉണ്ട്. അവിടെ നമ്മുടെ കേസർ വെക്കുമ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ ഒരു ബ്ലാക്ക് കളർ ഒരു പ്ലസ് പോലെയുള്ള ഒരു കേസർ വരും. അത് വന്നു കഴിഞ്ഞാൽ ക്ലിക്ക് ചെയ്തിട്ട് താഴേക്ക് ഡ്രാഗ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ടോട്ടലിൻ്റെ കോളം ബാക്കിയുള്ളവരതൊക്കെ ഓട്ടോമാറ്റിക്കായിട്ട് ഫില്ല് ചെയ്യും. ഇനി ടോട്ടൽ കണ്ടുപിടിക്കാൻ വേറെ ഒരു മെത്തേഡും കൂടി ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതെങ്ങനെയാണെന്ന് നോക്കാം. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ടോട്ടലിൻ്റെ കോളം ക്ലിക്ക് ചെയ്യുക. അതിൽ ക്ലിക്ക് ചെയ്ത് ഈക്വൽ ടു അടിച്ചിട്ട് SUM സമ്മെന്ന് നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ സമ്മെന്ന് ടൈപ്പ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഒരു ഫംഗ്ഷനായിട്ട് കാണാം, താഴെ ഇങ്ങനെ വന്നിട്ടില്ല. അപ്പോൾ അവിടെ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ആ സം ഫംഗ്ഷൻ ഓപ്പൺ ആവും. എന്നിട്ട് ഏതിൻ്റെയൊക്കെ സമ്മാണോ വേണ്ടത്, അതായത് ഇംഗ്ലീഷ്, മലയാളം, സോഷ്യോളജി, മാത്സ്, പൊളിറ്റിക്സ്, ഇതിൻ്റെ സമ്മല്ലേ വേണ്ടത്. അപ്പോൾ ഇംഗ്ലീഷ് എന്നുള്ളിടത്ത് ക്ലിക്ക് ചെയ്ത് ഇംഗ്ലീഷിൻ്റെ മാർക്കിൻ്റെ മുകളിൽ ക്ലിക്ക് ചെയ്തിട്ട് നമ്മൾ ഈ അറ്റം വരെ പൊളിറ്റിക്സിൻ്റെ മാർക്ക് വരെ ഡ്രാഗ് ചെയ്യുക ഫസ്റ്റ് താഴെ. എന്നിട്ട് എൻ്റർ അടിക്കുമ്പോൾ അവരുടെ മാർക്കിൻ്റെ ടോട്ടൽ കിട്ടും. അത് കിട്ടിക്കഴിഞ്ഞാൽ നേരത്തെ ചെയ്തതുപോലെ തന്നെ ആ ടോട്ടൽ കിട്ടിയ കോളം ക്ലിക്ക് ചെയ്യുക, അത് സെലക്ട് ചെയ്തിട്ട് അതിൻ്റെ സൈഡിലുള്ള ആ റൈറ്റ് സൈഡിലുള്ള ഒരു ഡോട്ട് പോലത്തെ അത് ക്ലിക്ക് ചെയ്ത് താഴേക്ക് വലിക്കുമ്പോൾ നമുക്ക് ബാക്കിയുള്ളവരുടെ ടോട്ടലും കൂടി കണ്ടുപിടിക്കാം. ഇനി നമുക്ക് പെർസെൻറ്റേജ് ആണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്. പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഓരോ മാർക്കും എത്രയെല്ലാം, അതായത് ഓരോ സബ്ജക്റ്റിൻ്റെ ടോട്ടൽ മാർക്കും എത്രയെല്ലാം നോക്കുക. അപ്പോൾ ഞാൻ ഇവിടെ 100-ലാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇംഗ്ലീഷിന് 100, മലയാളം 100, സോഷ്യോളജി, മാത്സ് ഒക്കെ 100. അപ്പോൾ ടോട്ടൽ 500-ലാണ് മാർക്ക് വന്നിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റത്തെ സ്റ്റുഡൻറ്റിന് ടോട്ടൽ കിട്ടിയിട്ടുള്ളത് 434. ഇതാണ് അവളുടെ ടോട്ടൽ മാർക്ക്.
അപ്പം നമ്മൾ ഈക്വൽ ടു അടിക്കുക. അവർക്ക് ടോട്ടൽ കിട്ടിയിട്ടുള്ള മാർക്ക് എത്ര 434 എന്നുള്ള ആ കോളം നമ്മൾ ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് ഡിവൈഡഡ് ബൈ 500 എന്ന് ക്ലിക്ക് ചെയ്യുക, 500 എന്ന് ടൈപ്പ് ചെയ്യുക. അതിനോട് ഇൻറ്റു 100 എന്ന് കൊടുക്കുക. എൻ്റർ അടിക്കുക. നേരത്തെ പോലെ തന്നെ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. അങ്ങനെ ഡ്രാഗ് ചെയ്യുമ്പോൾ നമുക്ക് ബാക്കിയുള്ളതും കൂടി ഫിൽ ആവും. അപ്പോൾ ഇങ്ങനെയാണ് പെർസെൻറ്റേജ് കണ്ടുപിടിക്കുക. അപ്പം നമ്മൾ എക്സലിൽ ചെയ്യാനുള്ളതും വേർഡിൽ ചെയ്യാനുള്ളതും പഠിച്ചു. ഇനി അടുത്തതിൽ നിങ്ങൾക്ക് പവർ പോയിൻറ്റ് പ്രസൻറ്റേഷനും അതേപോലെ മെമ്മറിയുടെ കപ്പാസിറ്റിയൊക്കെ നോക്കാം. ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ചെയ്യാം. നമ്മുടെ വീഡിയോ ഒരുപാട് ലോങ് ആയതുകൊണ്ടാണ് 2 വീഡിയോ ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റ് സെക്ഷനിൽ ചോദിക്കാം.